സ്വകാര്യ ചാനലുകളിലെ ഇലക്ഷൻ സർവേകളെ തള്ളി മണലൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി കെ അനീഷ് കുമാർ നിലവിൽ വന്ന സർവേകൾക്ക് ഒരു വസ്തുതയുമില്ലെന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാനലുകളിൽ വന്ന സർവേകളിൽ അത് തെളിഞ്ഞതാണെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. മണ്ഡലത്തിൽ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ 25% വോട്ടുകൾ ലഭിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സർവേകൾ തള്ളിപ്പറയുന്നതെന്ന് സ്ഥാനാർത്ഥി കെ അനീഷ് കുമാർ പറഞ്ഞു. മണ്ഡലത്തിലെ മുഴുവൻ ബൂത്ത് കമ്മിറ്റികളും സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും തീവ്ര ചിന്താഗതികൾ ഉള്ള ന്യൂനപക്ഷ വോട്ടുകൾ പിടിക്കാനുള്ള മത്സരമാണ് LDFും UDFും നടത്തുന്നതെന്നും വികസനമാണ് ചർച്ച ചെയ്യേണ്ടതെന്നും തികഞ്ഞ വിജയപ്രതീക്ഷയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക്സഭാ കാലത്തും ഇതുപോലുള്ള സർവേകൾ മനോരമയും മാതൃഭൂമിയും നടത്തിയിരുന്നു. രണ്ട് സർവേയിലും അവർ പറഞ്ഞത് BJP 3-ാം സ്ഥാനത്താണ്, ബഹുദൂരം പിന്നിലാണ് എന്നുള്ളതാണ്. പക്ഷെ റിസൾട്ട് വന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും വലിയ ഭൂരിപക്ഷത്തിന് BJP ജയിച്ചു. അപ്പോൾ ഇവിടെ യാതൊരു തരത്തിലുള്ള സർവേയും അവർ പ്രത്യക്ഷത്തിൽ നടത്തിയിട്ടില്ല. 5000 പോയിട്ട് 5 പേരോട് പോലും മണ്ഡലത്തിൽ സർവേ നടത്തിയിട്ടില്ല. പിന്നെ അതിൽ പറയുന്ന 16%, 17% എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ചിരിയാണ് വരുന്നത്. കഴിഞ്ഞ ഒരു 3-4 തെരഞ്ഞെടുപ്പുകളായിട്ട് ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് 25%-ൽ താഴെ ഞങ്ങളുടെ വോട്ട് വിഹിതം വരാത്ത മണ്ഡലമാണ് മണലൂര്. ഞങ്ങൾ ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ലെങ്കിലും ഒരു പ്രചരണം നടത്തിയിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് 25% ബേസ് വോട്ടുള്ള മണ്ഡലമാണ് മണലൂര്. ആ മണ്ഡലത്തിൽ അവർ പറയുന്ന കണക്കുകൾ അത് ആര് വിശ്വസിക്കാനാണ്? അത് 100% വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മണലൂർ മണ്ഡലത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് 100% വിജയിക്കാൻ സാധിക്കുന്ന മണ്ഡലമാണ് മണലൂർ.